ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മിസ്സി വ്ളോഗ്. ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തമിഴിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതെ, ഞങ്ങൾ ശ്രീലങ്കയിലേക്ക് പോവാണ്. അപ്പൊ കൂടെ ഹലോ സെമിയുണ്ട്. ഞങ്ങൾ രണ്ടാള് ഗേൾസ് ട്രിപ്പ് അല്ലെ സെമി? പിന്നെ ഒരു കാര്യം ഇവിടെ കണ്ടു കഴിഞ്ഞാല് ആരെപ്പോലെ ഉണ്ട് ഒരു മലയാളം ബ്ലോഗറാണ്. ആരെപ്പോലെ ഉണ്ടെന്ന് അറിയുന്നവര് കമന്റ് ചെയ്യാം. മലയാളത്തിലൊരു വ്ളോഗറിനെ പോലെ ഉണ്ടെന്ന് എനിക്ക് ആടുന്ന വിടുന്നു. ആ വ്ളോഗറിന്റെ വീഡിയോ ഒക്കെ എടുത്തിട്ട് അയക്കലുണ്ട്. ചില സമയത്ത് തന്നെ കാണാൻ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആരെങ്കിലും പോലെ കണ്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇനി ശ്രീലങ്ക വിശേഷവുമായിട്ട് കാണാം. എൻ്റെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് കൂർഗ് നിന്നാണ്. കൂർഗ് നിന്ന് അപ്പോൾ ബാംഗ്ലൂരിലേക്ക് ഒരു ബസ് കയറിയിട്ടുണ്ട്. കൂടുതലും ഞാനിപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഡെയിലി വർക്ക് ചെയ്തിട്ട് നൈറ്റ് തന്നെയാണ് ഫ്ലൈറ്റ് ആണെങ്കിലൊക്കെ ബുക്ക് ചെയ്യുക. അതിൻ്റെ റീസൺ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഡെയിലുള്ള ഒരു ഡ്യൂട്ടിയും കൂടെ കിട്ടിക്കോട്ടെ എന്ന് വിചാരിക്കും. കാരണം ഞാൻ ഒരു മന്തിലുള്ള ഒരു 4 ലീവൊക്കെ ഒരുമിച്ച് എടുത്തിട്ടാണ് ഇൻ്റർനാഷണൽ ട്രാവലൊക്കെ പോകുകയാണെങ്കിൽ അങ്ങനെ ഇപ്പോൾ ചെയ്യാറ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നതാണ്. ശ്രീലങ്കയിലേക്ക് വരണമെങ്കിൽ ഭയങ്കര സിമ്പിളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മളെ നാട്ടിൽ നിന്നൊരു ബാംഗ്ലൂരിലേക്കൊക്കെ പോകുമ്പോൾ തന്നെ ഫീലായി. അതായത് വെച്ചാൽ ഒരുപാട് ദൂരമൊന്നും ഇല്ല ശ്രീലങ്ക എന്ന് പറയുന്നത്. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 കാര്യം ചെയ്യേണ്ടത്. ഒന്ന് ETA നമ്മൾ ഓൺലൈൻ ത്രൂ എടുക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ട്രാവൽ ഏജൻസി ത്രൂ എടുക്കുക. അതിനൊരു 300-400 റുപ്പീസ് മാത്രമേ ആകുന്നുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സിമ്മ് നിങ്ങൾ ശ്രീലങ്കയുടെ എയർപോർട്ടിൽ നിന്ന് തന്നെ എടുക്കുക. പുറത്തിറങ്ങുന്നതിന് മുമ്പ് അവിടെ നിന്ന് എല്ലാം ക്ലിയർ ആക്കിയിട്ട് തന്നെ പുറത്തേക്ക് ഇറങ്ങുക. പിന്നെ ഒരു കാര്യം കൂടി എന്ന് പറയുന്നത് മണി എക്സ്ചേഞ്ച് ആണ്. നമ്മൾ ഏതൊരു കൺട്രിക്ക് പോകുകയാണെങ്കിലും അത് നമ്മൾ എയർപോർട്ടിൻ്റെ ഉള്ളിൽ നിന്നല്ല, നമ്മൾ എയർപോർട്ടിൻ്റെ അകത്ത് കയറുന്നതിന് മുന്നേ നമ്മൾ എക്സ്ചേഞ്ചിൽ പോയിട്ട് അത് നമ്മൾ മണി എക്സ്ചേഞ്ച് ചെയ്ത് വെക്കുക. അതൊരു വളരെ നല്ല കാര്യമാണ്. ഇതാണ് ഗംഗാറാം ടെമ്പിളാണ്. ഇത് ശ്രീലങ്കയിലുള്ള നമ്മൾ ബീച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ടേക്കാണ് വന്നിട്ടുള്ളത്. ഫസ്റ്റ് ഡേ നമ്മളപ്പോൾ കൊളംബോയിലാണ് സ്റ്റേ ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കൊളംബോ ഇനി നമ്മൾക്ക് ക്യാൻഡി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകണം. അതിന് മുമ്പ് നമ്മൾക്കിടെ ഗംഗാറാമൻ ടെമ്പിള്, പിന്നെ ഗോൾഡ് ബീച്ച്, അങ്ങനെ കുറച്ച് ടൂറിസ്റ്റ് പ്ലേസ് ഒക്കെ ഉണ്ട്. അതൊക്കെ കവർ ചെയ്തിട്ട് 1 ഡേ കൊണ്ട് തന്നെ നമ്മൾ ക്യാൻഡിയിലേക്ക് റിട്ടേൺ പോകും. ബാക്കി കറങ്ങാനുള്ളതൊക്കെ അങ്ങോട്ടേക്കാണ്. ക്യാമറ ഉണക്കാൻ പറ്റുന്നതായിട്ടാണ്. ശ്രീലങ്കത്തെ മാർക്കറ്റിലാണ് നമുക്കുള്ള രണ്ടാളും. നമ്മ രാവിലെ മുതൽ നടക്കുന്നുണ്ട്. വെറുതെ നടന്നു നടക്കുന്നേ. ഒരാൾ നീറിന് ഫസ്റ്റ് ചോദിച്ചെടുത്ത് എത്ര രൂപ? 150, പിന്നെ 225. ശരിക്കും സൺ ടി വിയിലൊക്കെ കാണുന്ന അതേ ഒരു പോലെ ശ്രീലങ്ക ഫീൽ ആകുന്നത്. തമിഴിൽ തന്നെ ഒരു തമിഴ്നാട് പോലെ കുറച്ച് ഫീൽ ആകുന്നുണ്ടായിരുന്നു. ഡേ 2 ഇൻ കൊളംബോ. ആക്ച്വലി ഞങ്ങളിപ്പോൾ ഇവിടുന്ന് പോകാൻ പോണേ. ഞങ്ങൾ ക്യാൻഡി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് കേട്ടോ പോകാൻ പോകുന്നത്. സോ ഇവിടുത്തെ വ്യൂസൊക്കെ കണ്ടോ, അടിപൊളിയുണ്ട്. ഇതായിരുന്നു നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന ഏറ്റവും വിലക്കുറവിൻ്റെ റൂം. പക്ഷേ അടിപൊളിയായിരുന്നു, നല്ല സൈലൻ്റ് ഏരിയ ആയിരുന്നു, എല്ലാം അടിപൊളി. ഞാൻ നമ്പറൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഫസ്റ്റ് ഡേയിൽ എൻ്റെ കൊളംബോൻ്റെ സ്റ്റേൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. ഷെയറിങ് കിച്ചണാണ്. അതാണ് ഔട്ട് ഓഫ് കൺട്രീത്തെ ആൾക്കാരൊക്കെ നിങ്ങൾ കാണുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ക്യാൻഡിയിലേക്ക് പോവാണ്. അപ്പോൾ ഇത് ഓരോ സ്റ്റേറ്റിൽ നിന്ന് വേറെ സ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ ഉള്ള ഒരു ബസ്സാണ്. അതിൻ്റെ ആ ഒരു ബസ് സ്റ്റാൻഡാണ് ഇത്. കൊളംബോയിൽ തന്നെ ഉള്ളതാണ്. ക്യാൻഡിയിൽ വന്നെത്തിയതും നമ്മൾ വേഗം തന്നെ അവിടുന്ന് റൂമിൽ നിന്ന് ഞങ്ങൾ വേഗം വേറൊരു കറങ്ങാനുള്ള സ്ഥലങ്ങൾ കാണാൻ തുടങ്ങി. കാരണം ക്യാൻഡിയിൽ ചെറിയ ചെറിയ കുറച്ച് കാര്യങ്ങളൊക്കെ കാണാനുണ്ട്. അതൊക്കെ വേഗം കണ്ടിട്ട് വരാൻ, കാരണം ഓരോ ദിവസം ഞങ്ങൾക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അപ്പോൾ ഓരോ ദിവസം മാക്സിമം കാണാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ കാണാമെന്ന് വിചാരിച്ചിട്ട്, കാരണം എല്ലാതൊന്നും ഞാനിപ്പോൾ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. അതൊക്കെ ടൂറിസ്റ്റ് പ്ലേസ് തന്നെയാണ്. പിന്നെ ഞങ്ങൾ സോളോ ട്രാവൽ ചെയ്ത് വന്ന് വേറെ വർക്കൊന്നും ഇല്ല എങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് എല്ലാ നാടുകളൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ കഴിയും, ഹിഡൻ സ്പോട്ടും കാര്യങ്ങളൊക്കെ. ഇതിപ്പോൾ ഞങ്ങൾ ശ്രീലങ്ക ജസ്റ്റ് എന്താണ് അങ്ങനെയൊക്കെ കണ്ടുപോകാൻ വേണ്ടി വന്ന ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മൾ ജസ്റ്റ് മെയിനായിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ പോയി നമ്മൾ വിസിറ്റ് ചെയ്ത് അതിൽ കുറച്ച് പാർട്ട് മാത്രമേ നിങ്ങളെ കാണിക്കുള്ളൂ. പിന്നെ ശ്രീലങ്കയിൽ ഒരുപാട് ഓട്ടോ സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൊരു ഓട്ടോ ഡ്രൈവറിൻ്റെ വീട്ടിലേക്ക് നമ്മൾ വന്നതാണ്. അവരുടെ വൈഫ് കുറച്ച് തമിഴൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ക്യാമറ എന്തോ കുറച്ച് ക്ലാരിറ്റി ഇല്ല എങ്കിൽ കൂടി ഞാൻ അവരെയും കൂടി കാണിച്ചു തരാം. പിന്നെ എന്താ വെച്ചാൽ ഞങ്ങളെല്ലാവരും ഇങ്ങനെ വിളിക്കുമ്പോഴത്തേനും അങ്ങനെ ഓരോ വീട്ടിലേക്കൊന്നും ഇങ്ങനെ പോകാൻ പാടില്ല. ഞങ്ങൾ ജസ്റ്റ് ഓരോരുത്തരും പരിചയപ്പെട്ട് കുറച്ചൊക്കെ ഇതായതുകൊണ്ട് ഞങ്ങളങ്ങനെ പോയതെന്നേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ 2 പേരും ഉണ്ടായിരുന്നു കൂടെ. നിങ്ങൾ ഒറ്റക്കൊറ്റക്ക് വന്നിട്ട് ഇങ്ങനെ അറിയാത്ത സ്ഥലത്തേക്കൊന്നും ഇങ്ങനെ പോകാൻ. ഇന്ത്യയിൽ ഒരു ആക്ടർ ഇരിക്കാണ്, അവങ്ക മാതിരി ഇருக்கு ഫേസ്. ഞാൻ ഫോട്ടോ കാണിച്ചു തരാം. ഇവിടെ
ഇവിടെ ഈ ഒരു ക്യാൻറ്റീൻ എന്ന് പറയുന്ന സ്ഥലത്ത് ടൂത്ത് ടെമ്പിള് അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ ഒരു ക്യാൻഡി വ്യൂസ് അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും. നമ്മളിപ്പോൾ ക്യാൻറ്റീനിൽ ഒറ്റൊരു രാത്രി മാത്രം സ്റ്റേ ആയിട്ട് നമ്മളിപ്പോൾ അവിടുന്ന് റൂം വെക്കേറ്റ് ചെയ്തു. ഇനിയിപ്പോൾ നമ്മൾ പോകാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ന്യൂവർ എലിയ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ പോകുമ്പോൾ തന്നെ അമ്പുൾവാവ ടവർ എന്ന് പറഞ്ഞിട്ട് കാണാനുണ്ട്. അത് ഒരു അടിപൊളി ടവറാണ്. അപ്പോൾ അത് കാണുന്ന അതിൻ്റെയൊക്കെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കാണിക്കാം. പിന്നെ നിങ്ങൾക്ക് ഡ്രസ്സ് കാര്യങ്ങളെന്തെങ്കിലും പർച്ചേസ് ചെയ്യാണ്ടെങ്കിൽ ക്യാൻറ്റീൻ എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെ പർച്ചേസ് ചെയ്താൽ മതി. അവിടെയാണ് ഇഷ്ടംപോലെ ഡ്രസ്സുകളൊക്കെ വിലക്കുറവിനൊക്കെ ഉള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അമ്പുൾവാവ ടവർ എന്ന് പറയുന്നത് നിങ്ങൾ മസ്റ്റ് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് തന്നെയാണ് ശ്രീലങ്കയിൽ വന്നിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഈ ഒരു ടവറിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒക്കെ എൻ്റെ ഇൻസ്റ്റയിൽ കൊടുത്തിട്ടുണ്ട്. ഇൻസ്റ്റയിൽ ഞാൻ ശ്രീലങ്കയിൽ വന്ന ഒരുപാട് അല്ലാണ്ടുള്ള മിനി വ്ളോഗ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാമും ചാനലും കൂടി ഫോളോ ചെയ്യാം. ശ്രീലങ്കയിൽ വന്നാൽ മിസ് ചെയ്യാൻ പറ്റാത്ത ഒരു സംഭവമാണ് ട്രെയിൻ സഫാരി എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഒരു വർഷം എന്താ പറയുക ഫ്ലഡായിട്ട് ഇവിടെ ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ മരിച്ചു പോയിട്ടുണ്ട്. 1000-ലധികം ആൾക്കാർ മരിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ അന്നേ ഉള്ള ആ ഒരു ഫ്ലഡ് കഴിഞ്ഞിട്ട് ഇപ്പോൾ 2 മാസമായിട്ട് ആയിട്ടുണ്ട്. ഇപ്പോഴും ഈ നാടൊക്കെ ഇങ്ങനെ തന്നെയാണ്. പുഴയിലൊക്കെ ആ കണ്ടെയ്നറൊക്കെ ഉണ്ട്. ഒരുപാട് കാണുമ്പോഴൊക്കെ നമ്മൾക്ക് ഭയങ്കര ഒരു വിഷമം ഉണ്ടാകുന്നുണ്ടായിരുന്നു. പിന്നെ ഈ കാണുന്നത് പറയുന്നത് ഒരു മിനി ഇംഗ്ലണ്ട് എന്ന് പറയുന്ന ഒരു സംഭവമാണ്. അതായത് ന്യൂവർ എലിയ എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെ ഉള്ള ഒരു മിനി ഇംഗ്ലണ്ട്. ഒരുപാട് വാട്ടർഫാൾസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു ഇഡൻ സ്പോട്ടിലേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂവർ എലിയ എന്ന് പറയുന്ന സ്ഥലത്തിൽ നിങ്ങൾ 2 ദിവസം സ്റ്റേ ആണ്. കാരണം അവിടെ ഒരുപാട് സ്ഥലങ്ങൾ ഒരുപാട് വാട്ടർഫാൾസ് ഒക്കെ കാണേണ്ടതുണ്ട്. അപ്പോൾ നമ്മളവിടെ ഒറ്റൊരു ദിവസം മാത്രമേ സ്റ്റേ ആയിട്ടുള്ളൂ. പിന്നെ നെക്സ്റ്റ് ഡേ നമ്മൾ സീഗിരിയ എന്ന് പറയുന്ന സ്ഥലത്താണ് സ്റ്റേ ആയിട്ടുള്ളത്. ഇവിടെയാണ് രാവണന് സീതനെ കൊണ്ട് ഒളിപ്പിച്ച സ്ഥലമൊക്കെ ഉള്ളത്. ഒരുപാട് എക്സ്പെൻസീവായിട്ട് നമ്മൾ പേ ചെയ്തിട്ട് കാണാൻ വന്ന ഒരു സ്ഥലം ഇതായിരുന്നു. സീഗിരിയ എന്ന് പറയുന്ന സ്ഥലത്തിലുള്ള ഈ ഒരു ലൈൻ റോക്കായിരുന്നു നമ്മൾ മെയിനായിട്ട് കാണാൻ വന്നത്. ഇവിടെ പ്രായമായ ആൾക്കാർ വരെ ഈ ഒരു ലൈൻ റോക്കിൽ കയറുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ സ്റ്റെപ്പ് ഇങ്ങനെ കയറി അങ്ങ് ഇതിപ്പോൾ വീഡിയോയിലൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ചെറുതായിട്ട് ഫീൽ ആവും. അത് ശരിക്കും നല്ല എന്താ പറയുക മുകളിൽ വരെ ഇതിൽ കയറിയിട്ട് ആൾക്കാർ പോകുന്നുണ്ട്. അപ്പോൾ സിഗിരിയത്തെ വിശേഷം ഇതൊക്കെ തന്നെയാണ്. സിഗിരിയയിൽ ഇനി എന്തൊക്കെയാണ് വേറെ കറങ്ങാനുണ്ടായതെന്നൊന്നും എനിക്കറിയില്ല. സിഗിരിയയിലാണ് കുറച്ചൊരു ടൂറിസ്റ്റൊക്കെ അധികം കണ്ടത് സിഗിരിയയിൽ തന്നെയായിരുന്നു. മറ്റുള്ള സ്ഥലത്തൊന്നും അധികം ടൂറിസ്റ്റിനൊന്നും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ബ്രേക്ക്ഫാസ്റ്റ് ഹലോ ഹായ് ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഹലോ ഹായ്. എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുക. ദിസ് ഇസ് ട്രഡീഷണൽ ഫുഡ് മിൽക്ക് റൈസ് ആൻഡ് ദിസ് വൺ ബട്ടർ റൈറ്റ് jam and bread. This is butter. Yeah, jam. This one butter. This one milk rice. Milk rice. This one Sri Lankan pancake. This one bread. Okay. Come you also. മൊത്തം ഈ തന്നെ തിന്നാൻ പോവാണ്. ശ്രീലങ്കത്തെ മിൽക്ക് റൈസ് ഇവിടുത്തെ ഫുഡ് ട്രഡീഷണൽ ഫുഡിലൊന്ന്. ഇത് പാൻ കേക്ക് ഉണ്ട്, പിന്നെ ബ്രെഡും ജാമും ഇതൊക്കെ അവർ നമുക്ക് ഉണ്ടാക്കി തന്നെ. ഇതാ നിന്റെ ചമ്മന്തി അത്? അറിയില്ല. ഇതെന്താ അറിയില്ല, ചമ്മന്തി തോന്നുന്നുണ്ട്. ടേസ്റ്റ് ചെയ്തോക്കട്ടെ. നീ ഉണ്ടാക്കുന്ന അതേ ചമ്മന്തി. ഇതാണപ്പോൾ ശ്രീലങ്കത്തെ വിശേഷം. കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. പിന്നെ എൻ്റെ ഇൻസ്റ്റാ പേജിൽ മിനി വ്ളോഗായിട്ട് ഒരുപാട് വിശേഷങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ടേക്ക് കെയർ. ബൈ.